കഴിഞ്ഞ ആഴ്ച ഞാൻ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ ഒരു ന്യൂ ഫണ്ട് ലോഞ്ച് ഓഫറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വരുന്ന ജനുവരി 16, അതായത് നാളെ വരെ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ആക്സിസ് മാക്സ് ലൈഫിൻ്റെ സസ്റ്റൈനബിൾ വെൽത്ത് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു മാസം ഒരു 2000 രൂപ തൊട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഫണ്ടാണതെന്നും യൂണിറ്റ് 1 വെറും 10 രൂപ മാത്രമാണ് വില വരുന്നതെന്നും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട പല ആളുകളും ചോദിച്ചത് സംശയങ്ങൾക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതും മ്യൂച്വൽ ഫണ്ട് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതേസമയം നമ്മൾ മാസം തോറും അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 120 ഇരട്ടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് കമ്പനി നൽകുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്നും നല്ലൊരു റിട്ടേൺ നമുക്ക് നേടിത്തരുന്ന ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലാനാണിത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ നിക്ഷേപിക്കണമെന്നൊക്കെ. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, നിക്ഷേപിക്കണമെന്നറിയാം, പക്ഷേ എവിടെ നിക്ഷേപിക്കണമെന്ന് നമുക്കെല്ലാം ഐഡിയ ഉണ്ടോ? ഇങ്ങനെ മിക്ക ആളുകൾക്കും മാർക്കറ്റിൽ ഏതിൽ നിക്ഷേപിക്കണം, ഏത് ഷെയർ വാങ്ങണം, ഇങ്ങനത്തെ ഐഡിയകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിനെ കുറിച്ച് അറിവുകളൊന്നുമില്ലാത്ത ആളുകൾക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻഷുറൻസ് കൂടി സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണിത്. ഒരേ സമയം നമുക്ക് ഇൻഷുറൻസും കിട്ടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റും സാധ്യമാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലാനാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിക്ഷേപിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും. നമ്മളൊരു ബാങ്കിൽ FD ഇട്ടതിനാൽ പോലും നമുക്ക് 6 അല്ലെങ്കിൽ 7% ഒക്കെയാണ് കഷ്ടി നമുക്ക് റിട്ടേൺ കിട്ടുക. എന്നാൽ അതിനേക്കാളേറെ നമുക്ക് മാർക്കറ്റിൽ നിന്നും റിട്ടേൺ നേടിത്തരാൻ സാധ്യതയുള്ളൊരു പ്ലാനാണിത്. ഇനി ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം ഇതിന് പല ഗുണങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ മാസം തോറും അടയ്ക്കുന്ന പ്രീമിയല്ലേ, ആ ഒരു പ്രീമിയം അതുപോലെ തന്നെ നമുക്ക് മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന വളരെ വലിയൊരു തുക, ഇതിനൊക്കെ തന്നെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഒന്നും കിട്ടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ കൂടി ഇതിലുണ്ട്, പ്രീമിയം വൈവർ എന്ന് പറയും. അതായത് ഇപ്പോൾ കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപകൻ അയാളെങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ തുടർന്നുള്ള പ്രീമിയം എല്ലാം തന്നെ കമ്പനിയാണ് നിക്ഷേപകന് വേണ്ടിയിട്ട് അടയ്ക്കുക. അതിനുശേഷം മെച്യൂരിറ്റി ടൈമിൽ ആ വലിയൊരു മെച്യൂരിറ്റി തുക അത് നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും. മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനത്തെ ഫീച്ചറുകളൊന്നുമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈ ഒരു ഫണ്ട് ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡാണ്. മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ഒരു ഗ്യാരൻറ്റി ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. മാർക്കറ്റിലുള്ള ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിങ്ങനെ 3 സെഗ്മെൻറ്റുകളിലുള്ള ടോപ്പായിട്ടുള്ള 500 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 50 കമ്പനികളിൽ നമ്മൾ നൽകുന്ന തുകയുടെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് എപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്ന രീതിയിൽ മാറ്റിവെക്കുകയുമാണ് ഇവിടെ കമ്പനികൾ ചെയ്യുന്നത്. ഈ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ സസ്റ്റൈനബിൾ ഈൽഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25.2% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇനി അവസാനത്തെ 5 വർഷത്തെ റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും, 37% റിട്ടേൺ നൽകിയിട്ടുള്ളത്. അതായത് 10 വർഷം മുന്നേ നമ്മളൊരു തുക ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് 9.5 ഇരട്ടിയായിട്ട് തിരികെ കിട്ടിയേനെ. ഇപ്പോൾ മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന നമുക്ക് കിട്ടുന്ന റിട്ടേൺ എങ്കിലും നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഉയരങ്ങളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേൺ തന്നെ ഭാവിയിൽ നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, വരുന്ന 5 വർഷം കൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥകളിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ മാറും എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിരവധി കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിപ്പുണ്ട്, ഇനിയും വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു റിട്ടേൺ നേടിത്തരാൻ ഇത്തരത്തിലുള്ള ഫണ്ടിൽ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. പിന്നെ ചിലരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് നിക്ഷേപിക്കുന്നു, അടുത്ത മാസം തൊട്ട് റിട്ടേൺ എടുക്കുന്നു, ഇതാണ് ആഗ്രഹം. അങ്ങനെ പ്ലാനുള്ളവരൊന്നും ഇതിൽ നിക്ഷേപിക്കേണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നിങ്ങളൊരു 5 അല്ലെങ്കിൽ 10 വർഷം വരെ ഇതിൽ തുടർച്ചയായിട്ട് എല്ലാ മാസവും ഒരു തുക നിക്ഷേപിക്കുന്നു. എന്നിട്ട് നിങ്ങളൊരു 15 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ മൊത്തം ഇത് വിഡ്രോ ചെയ്യുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു റിട്ടേൺ തന്നെ നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ. ഒപ്പം നിങ്ങൾക്ക് ടാക്സ് സേവിങ്, കാരണം വരുന്ന ഫിനാൻഷ്യൽ ഇയറിന് മുന്നേ ടാക്സ് പഴയ ഒരു ഓൾഡ് ടാക്സ് ലാഭം പിന്തുടരുന്നവർക്ക് ടാക്സ് സേവിങ്ങിനും ഇത് ഉപകരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫണ്ടിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വിഡ്രോ ചെയ്യാം. അത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ തന്നെ വിഡ്രോ ചെയ്യാം. പക്ഷേ അതിന് മുമ്പൊക്കെ നിങ്ങൾ വിഡ്രോ ചെയ്താൽ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട. പ്രവാസികൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാനാണിതെന്ന് പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രവാസികൾ അവർ ആ ഒരു ചെറുപ്പകാലത്ത് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് മാസം ഒരു 18,000 എന്ന തോതിൽ കൃത്യമായിട്ട് നമ്മൾ നിക്ഷേപിച്ചു പോകുന്നു. ഒരു 10 വർഷം നിക്ഷേപിക്കുന്നു. പിന്നെ നമ്മൾ ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സെറ്റിലാവും.
ഈ ഒരു സമയത്ത് ഇത് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കൊരു 3 കോടി വരെയൊക്കെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു റിട്ടേൺ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്ലാനാണിത്. പക്ഷേ പ്രത്യേകം ഓർക്കുക, ജനുവരി 16 അത് നാളെയാണ്, ഒരു ദിവസം കൂടിയേ ഇതിൽ നിക്ഷേപിക്കാൻ ബാക്കിയുള്ളൂ. എന്തായാലും ഇതിൽ നിക്ഷേപിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്.